ഏവർക്കും മൈ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ആവശ്യത്തോടെ കാത്തിരിക്കുന്ന 2026 ഫിഫ വേൾഡ് കപ്പ് ആണ് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് വേൾഡ് കപ്പിലെ ഓരോ ഗ്രൂപ്പിലെയും ടീമുകളെ കുറിച്ചാണ്. ഓരോ ഗ്രൂപ്പിൽ നിന്നും ആരൊക്കെ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സാധാരണ വേൾഡ് കപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വേൾഡ് കപ്പിൽ 32 ടീമിൽ നിന്ന് മാറി 42 ടീമായി മാറിയിട്ടുണ്ട്. അതിനാൽ തന്നെ 4 ടീമുകളടങ്ങുന്ന 12 ഗ്രൂപ്പുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും കൂടുതൽ പോയിൻ്റ് നേടുന്ന 2 ടീമുകളും, അങ്ങനെയാവുമ്പോൾ 12×2 24 ടീമുകളും, പിന്നെ മികച്ച അല്ലെങ്കിൽ ടോപ്പ് പെർഫോമൻസ് നടത്തുന്ന മികച്ച 3-ാം സ്ഥാനക്കാരും സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതാണ്. അങ്ങനെയാവുമ്പോൾ ഓരോ ഗ്രൂപ്പിൽ നിന്ന് 2 ടീമും 12 ഗ്രൂപ്പിൽ നിന്ന് 8 മികച്ച 3-ാം സ്ഥാനക്കാരെയും തിരഞ്ഞെടുത്ത് 32 ടീമുകൾക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ആദ്യത്തെ 4 ഗ്രൂപ്പുകളെ കുറിച്ചാണ്. ഗ്രൂപ്പ് എ മുതൽ ഗ്രൂപ്പ് ഡി വരെയുള്ള ഏതൊക്കെ ടീമുകൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിശകലനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അങ്ങനെ ഗ്രൂപ്പ് എ പരിശോധിക്കുകയാണെങ്കിൽ മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, സൗത്ത് കൊറിയ, ചെക്ക് റിപ്പബ്ലിക് എന്നീ 4 ടീമുകളാണ് ഉള്ളത്. ഈ ടീമുകളുടെ റീസെൻറ്റ് മാച്ച് പെർഫോമൻസ് എടുത്തു നോക്കുമ്പോൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് മെക്സിക്കോയും ചെക്ക് റിപ്പബ്ലിക്കും എന്നീ 2 ടീമുകളാണ്. മികച്ച 3-ാം സ്ഥാനക്കാരായി സൗത്ത് കൊറിയയും സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ഈ ഗ്രൂപ്പിൽ ലോകകപ്പ് നേടാനുള്ള ഫേവറേറ്റ് ടീമുകളൊന്നും ഇല്ല. അവർ സെക്കൻഡ് റൗണ്ടിലെത്തും. സെക്കൻഡ് റൗണ്ടിൽ നിന്നുള്ള മുന്നോട്ട് പോക്ക് കണ്ടറിയേണ്ടതാണ്. ഈ ഗ്രൂപ്പ് ബി നോക്കുകയാണെങ്കിൽ കാനഡ, ബോസ്നിയ, ഖത്തർ, സ്വിറ്റ്സർലാൻഡ് എന്നീ 4 ടീമുകളാണ് ഉള്ളത്. ഈ ടീമുകളുടെ റീസെൻറ്റ് മാച്ച് പെർഫോമൻസ് എടുത്തു നോക്കുമ്പോൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് സ്വിറ്റ്സർലാൻഡ്, ബോസ്നിയ ടീമുകളാണ്. എന്നാൽ ഈ ഗ്രൂപ്പിൽ അതുപോലെ സാധ്യതയുള്ളൊരു മറ്റൊരു ടീമാണ് കാനഡ. അതിനാൽ മികച്ച 3-ാം സ്ഥാനക്കാരായി കാനഡയും അല്ലെങ്കിൽ ഈ 3 ടീമും സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ള ടീമുകൾ തന്നെയാണ്. ഈ ഗ്രൂപ്പിലും കിരീട ഫേവറേറ്റ് ആയിട്ടുള്ള ടീമുകളൊന്നും ഇല്ല. ഇവർ സെക്കൻഡ് റൗണ്ട് കടന്ന് പിന്നീടുള്ള മുന്നോട്ട് പോക്ക് കണ്ടറിയേണ്ടതാണ്. അട്ടിമറികൾ സംഭവിച്ചാലേ അവർ പിന്നീടുള്ള 16ലേക്കും ക്വാർട്ടറിലേക്കും എത്തിച്ചേരുകയുള്ളൂ. ഇനി ഗ്രൂപ്പ് സി നോക്കുകയാണെങ്കിൽ ബ്രസീൽ, മൊറോക്കോ, ഹെയ്ത്തി, സ്കോട്ട്ലാൻഡ് എന്നീ 4 ടീമുകളാണ് ഉള്ളത്. ഈ ടീമുകളുടെ റീസെൻറ്റ് മാച്ച് പെർഫോമൻസ് എടുത്തു നോക്കുമ്പോൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് ബ്രസീൽ, മൊറോക്കോ ടീമുകളാണ്. മികച്ച 3-ാം സ്ഥാനക്കാരായി സ്കോട്ട്ലാൻഡും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഗ്രൂപ്പിൽ ബ്രസീലും മൊറോക്കോയും ലോകകപ്പ് നേടാൻ മാത്രം കെൽപ്പുള്ള ടീമുകളാണ്. അതിന് സാധ്യതയും കൽപ്പിക്കുന്നുണ്ട്. ഇനി ഗ്രൂപ്പ് ഡി പരിശോധിക്കുകയാണെങ്കിൽ USA, പരാഗ്വ, ഓസ്ട്രേലിയ, തുർക്കി എന്നീ 4 ടീമുകളാണ് ഗ്രൂപ്പ് ഡിയിലുള്ളത്. ഈ ടീമുകളുടെ റീസെൻറ്റ് മാച്ച് പെർഫോമൻസ് എടുത്തു നോക്കുമ്പോൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് USAയും തുർക്കി ടീമുകളാണ്. മികച്ച 3-ാം സ്ഥാനക്കാരായി പരാഗ്വയും സെക്കൻഡ് റൗണ്ടിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലോകകപ്പ് ഗ്രൂപ്പ് വിശകലനത്തിൽ പാർട്ട് 1 വീഡിയോ ആണ് ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി ടീമുകളുടെ വിശകലനം വരും പാർട്ടിൽ ഉടനെ തന്നെ വരുന്നതാണ്. അതിനാൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.